ഹലോ, ഇന്ന് നമ്മൾ പുറക്കാട് പോയ കുറച്ച് വിശേഷങ്ങളാണ് കാണുന്നത്. ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. അവരുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ശ്രീ വേണുഗോപാല സ്വാമി ക്ഷേത്രം. അവിടെ പോയപ്പോഴത്തേക്കും കുറേ പൂമാലയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ അമ്പലം അടുത്താന്ന്. അപ്പം കുറച്ച് അമ്പലത്തിലേക്കും പിന്നെ ബാക്കി കുറച്ച് വീട്ടിലെ ഭഗവാന് വേണ്ടിയിട്ടാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ച് അമ്പലത്തിൽ പോവാം. നമ്മുടെ GSB കമ്മ്യൂണിറ്റിക്കാർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ് ശ്രീ വേണുഗോപാല സ്വാമി ക്ഷേത്രം. അപ്പോൾ അവിടെ പോയി തൊഴുത് കുറച്ച് പൂജയും വഴിപാടും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഗൈസ്. കണ്ടോ, ചേനയും ചേനപ്പൂവും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ സെക്യൂരിറ്റി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അവിടുത്തെ സെക്യൂരിറ്റി, സുലു എന്നാണ് പേര്. നമ്മൾ വീടിൻ്റെ അകത്ത് കയറണമെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് ഹാജർ വെക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. എന്ന് പോയാലും എപ്പം പോയാലും അവിടെ അറ്റൻഡാണ് സെക്യൂരിറ്റി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് നമ്മുടെ ഫിഷിനെ കാണാൻ. അവിടെ കുറേ കളറ് ഫിഷ് ഉണ്ട് കേട്ടോ. ഇത് അകത്തെ ഫിഷ് ടാങ്കിലാണ്, ഇനി പുറത്തും വേറെ ഫിഷ് ടാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ സിസ്റ്റർ ഞങ്ങൾക്ക് പുട്ട്, പഴം, നല്ല കടലക്കറിയൊക്കെ കൊണ്ടു തന്നു. ഞങ്ങൾ കഴിച്ചു വയറ് നിറച്ച്. അപ്പം അത് കഴിച്ചാൽ മാത്രം പോരല്ലോ, അതിൻ്റെ എനർജി കൂടി നമ്മൾ കളഞ്ഞിട്ടാണല്ലോ വരേണ്ടത്. എന്നാലേ തിരിച്ച് വരുന്ന വഴിയിൽ നമുക്ക് മമ്മം കിട്ടുകയുള്ളൂ. അപ്പം അവിടുത്തെ കുട്ടികൾ വെക്കേഷന് ഈ സംഭവത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ആ സംഭവം ഇങ്ങനെ സൂപ്പറായിട്ട് കറക്കാൻ പഠിച്ചു. ഇപ്പോൾ കാണിച്ചു തരും. കണ്ട, ഇതാണ് നമ്മുടെ കൃഷ്ണദേവ് നല്ല സൂപ്പറായിട്ട് കറക്കുന്നുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണദേവ് എന്നെ പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പഠിപ്പിച്ച് തരുമോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്കും ഇങ്ങനെ കറക്കണമെന്ന് പറഞ്ഞ് എന്നെ കുറച്ച് പഠിപ്പിച്ചു തന്നു കേട്ടോ. അവൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നു. എനിക്ക് സൂപ്പർ എക്സ്പേർട്ട് ട്രെയിനറായിരുന്നു എൻ്റെ ട്രെയിനർ. പക്ഷേ എനിക്ക് ട്രെയിനർ പറഞ്ഞു തന്നതുപോലെ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ ആ വളയത്തിൻ്റെ അകത്ത് കയറിയിരുന്നതും വളയം പുറക്കവും പോയി ഗൈസ്. അങ്ങനെ എൻ്റെ സെക്കൻഡ് ട്രെയിനർ വന്നു. ഇതാണ് ആദിദേവ്. സെക്കൻഡ് ട്രെയിനറും എന്നെ കോച്ച് ചെയ്തു. പക്ഷേ എനിക്ക് പറ്റിയില്ല ഗൈസ്, പൊട്ടിപ്പോയി. ഇതാണ് അവിടുത്തെ അടുത്ത ആൾ. ഇതിൻ്റെ പേരും സുലു ആണ് ഗൈസ്. സുലു അവൻ ഉറങ്ങിക്കിടക്കുകയാണ് ഗൈസ്. അവനെ പോയി ഒന്ന് ഡിസ്റ്റർബ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പേടിച്ചു പോയി ഗൈസ്. അവൻ്റെ ഒറ്റക്കൊലയ്ക്ക് ഞാൻ ആ കണ്ടം വഴി ഓടി വീട്ടിൻ്റെ അകത്ത് കയറേണ്ടി വന്നു ഗൈസ്. പേടിച്ച് പോയി ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എന്താ കാണും, നമ്മൾ രാവിലെ കെട്ടി കുറേ ബാക്കി വന്ന പൂമാലയൊക്കെ ദൈവത്തിന് വെച്ചിരിക്കുന്നു, വിളക്കൊക്കെ കത്തിച്ച്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാറായി. എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയ നേരത്തെ ഞങ്ങൾ വിചാരിച്ചു കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോകാമെന്ന്. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു ഗൈസ്. ഭയങ്കര മഴയായിരുന്നു ഗൈസ്. മഴയും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ സേഫായി